ഹലോ ഗെയ്സ്, ഞാൻ ഇന്ന് എൻ്റെ കുട്ടൂസിൻ്റെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ കുട്ടൂസിനെ എനിക്ക് 6 മാസമായപ്പോൾ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ മോൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു റൂമിൽ നിന്നും കിട്ടിയതാണ് അവനെ കൊണ്ടുവരാൻ വേണ്ടി അവളിങ്ങ് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന പോലെ അവളിങ്ങ് പോരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവളിരുന്ന് കരയുന്നു. എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അമ്മ ഇതുപോലൊരു ഡോഗ് അവിടെ ഉണ്ട്, അവനെ എനിക്ക് ഇട്ടേച്ച് പോകാൻ ഭയങ്കര സങ്കടമാണ്. പക്ഷേ എനിക്കൊരു മൃഗങ്ങളെയോ പൂച്ചകളെയോ ഒന്നും ഒരു സാധനത്തിന് എനിക്കിഷ്ടമില്ല. അവരെ തൊടുന്നതോ പിടിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ കരച്ചിൽ കണ്ടപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, മോനെ എന്നാൽ ശരി, നമുക്കതിനെ ഇനി കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ആണ് അവനിവിടെ വരാനുള്ള ഒരു സാഹചര്യം ഒത്തതവന്. പക്ഷെ അവനിവിടെ വന്നു കഴിഞ്ഞ് 6 മാസമായപ്പോഴാണ് അവനെ എനിക്ക് കിട്ടിയത്. ആദ്യമൊക്കെ എനിക്ക് തൊടാൻ ഭയങ്കര പേടിയോ ഏതോ പോലൊക്കെയായിരുന്നു. എനിക്കങ്ങ് അടുപ്പിക്കാനൊക്കെ എന്തോ ബുദ്ധിമുട്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പം അവനില്ലാതെ എനിക്കൊരു ജീവിതമേ ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരിടത്ത് പോലും എനിക്ക് അവനെ ഇട്ടേച്ച് പോകുന്നതോ എടുക്കുന്നതോ ഒന്നും എനിക്ക് സങ്കടമാണ്. ഞങ്ങൾ 4 പേരാണ്. എനിക്ക് ഒരു മോനും ഒരു മോളുമാണ് ഉള്ളത്. മോൾ ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു, മോനാണ് അബുദാബിയിൽ വർക്ക് ചെയ്യുവാണ്. പിന്നെ ഹസ്ബൻഡും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. പക്ഷേ ഇവനെ എനിക്ക് ആരെ ഏൽപ്പിച്ചിട്ട് പോകാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അവനെ ഞാൻ കൂട്ടിലേ അല്ല വളർത്തുന്നത്. എൻ്റെ കൂടെ എൻ്റെ വീട്ടിനുള്ളിൽ ഞങ്ങളുടെ മുറികളിലും എല്ലാം കയറി ഇറങ്ങി അങ്ങനെയാണ്. അവന് കൂട്ടിലിട്ടാൽ അവന് അതിപ്പോൾ ഒക്കത്തില്ല. അവന് ഇറിറ്റേഷനത്. അത് അവൻ കുഞ്ഞിലെ തൊട്ടേ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്ന് അവനെ ഇപ്പോൾ കൂട്ടിയിടാൻ നമുക്കത് പറ്റാത്തൊരു കാര്യം. എനിക്കവനെ കൂട്ടിയിട്ട് എനിക്ക് റൂമിൽ കിടക്കാൻ എനിക്ക് ഒരിക്കലും ഒക്കില്ല. അതുകൊണ്ട് ഞാൻ അവനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. നമുക്ക് മനുഷ്യരെക്കാളും വിശ്വസിക്കാവുന്ന ഒരു ഇതാണ് ഈ മൃഗങ്ങൾ. അതിലേറ്റവും നന്ദിയുള്ള ഒരു ഇതെന്ന് പറയാൻ ഈ പട്ടികളെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, എനിക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ പോലും കണ്ടാൽ ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും ആ കാര്യം ഇങ്ങനെ. അതുകൊണ്ട് ഒരിക്കലും അതുങ്ങളെ ഉപേക്ഷിക്കാനോ അങ്ങനെയുള്ളവർ വളർത്താൻ ഉദ്ദേശിക്കരുത്. അവരെ കുറച്ചായി കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ജീവിക്കാനുള്ള ഒരു ഇതും അവർക്കില്ല. അങ്ങനെയാണ് അതേസമയം നാടൻ പട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്ക് തന്നെത്താനെ ജീവിക്കാനുള്ള കഴിവും അവർക്ക് ചൂടും വെയിലും എന്ത് വേണമെങ്കിലും ഒരു ഭക്ഷണമാണെങ്കിലും പോലും യാചിച്ച് മേടിക്കാനുള്ള ഒരു ഇതവർക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവരെ ഉപേക്ഷിക്കരുത്. നിങ്ങൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കരുത്.